ലണ്ടൻ സെന്റ് ജോസഫ് മിഷനറിയിലെ ജ്ഞാനായ കത്തോലിക്കരായ എല്ലാ വിശ്വാസികളും ഒരുമിച്ച് കൂടി തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ ഈ മിഷന് പ്രത്യേകമായിട്ട് സമർപ്പിക്കപ്പെട്ട ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വിശ്വസ്തനും നീതിമാനുമായ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തിരുനാൾ ഒരുമിച്ച് ഒത്തിരി സന്തോഷപൂർവ്വം നന്ദിപൂർവ്വം കൊണ്ടാടുകയാണ്. നമ്മളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും തിരുനാളിന്റെ മകളും സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുകയാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവ് ചിത്രത്തിലേക്ക് നോക്കിയാൽ, തിരുവചനത്തിലേക്ക് നോക്കിയാൽ എളിമയുടെ ഒരു നിറകുടമായിട്ട് നിൽക്കുന്നതാണ്. വലിയ വാചകങ്ങളൊന്നും അദ്ദേഹത്തെ കുറിച്ചില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം പരിശുദ്ധ കത്തോലിക്ക സഭ ഏൽപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ യൗസേപ്പ് പിതാവിനെയാണ്. ഇന്നലെ ഞാൻ ഇവിടുത്തെ നൊവേനയിൽ പങ്കെടുത്തപ്പോൾ അതിന്റെ അവസാന സമാപന ആശീർവാദ പ്രാർത്ഥനയിൽ ഇപ്രകാരം കുറിച്ചു വെച്ചിട്ടുണ്ട്: കുടുംബജീവിതക്കാരുടെ സംരക്ഷകൻ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ, കന്യകകളുടെ കാവൽക്കാരൻ, യുവാക്കളുടെ പാലകൻ, രോഗികളുടെ പരിപാലകൻ, നന്മരണത്തിന്റെ മധ്യസ്ഥൻ. അങ്ങനെ നീണ്ടു കിടക്കുന്നു പരിശുദ്ധ കത്തോലിക്ക സഭ ആ വിശ്വസ്തനും നീതിമാനുമായ വിശുദ്ധനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ മിഷനിലുള്ള നിങ്ങളും ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. കാരണം നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഉത്തരവാദിത്വമുള്ളവരും നീതിബോധമുള്ളവരുമായ ഒരു വിശുദ്ധനെയാണല്ലോ നമുക്ക് ലഭിച്ചതിനെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയുന്നു. സ്നേഹമുള്ളവരെ, കത്തോലിക്ക സഭയിൽ വിശുദ്ധന്മാരുണ്ട്, വിശുദ്ധകളുണ്ട്, എണ്ണിയാൽ ഒടുങ്ങാത്തത്. പക്ഷേ അതൊക്കും അപ്പുറത്ത്, അതിനും മുൻപേ ഒരുപക്ഷെ വിശുദ്ധനായവരാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. ആരാണ് വിശുദ്ധന്? നിങ്ങൾ ദേശാടന പക്ഷികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതുങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മളെ പോലെ തന്നെ ഒരു സമൂഹമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നു, ഒരു സ്ഥലത്ത് നിന്ന് ജീവിക്കുന്നു. ജീവിച്ച് കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവർ മറ്റിടത്തേക്ക് ഒരുമിച്ച് ചേക്കേറുകയാണ്. അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുൻപ് അക്കൂട്ടത്തിൽ നിന്നും ഒരു പക്ഷിയെ അവർ തിരഞ്ഞെടുത്ത് ഏതെങ്കിലും ദേശത്തേക്ക് അന്വേഷണത്തിനായിട്ട് വിടും. തങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് ഒരുമിച്ച് ജീവിക്കുവാനുള്ള ആവാസ വ്യവസ്ഥ എവിടെയുണ്ടോ, തങ്ങൾക്ക് ചേർക്കുവാനുള്ള വലിയ ഉന്നതമായ മരം എവിടെയുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുവാനായിട്ട് തിരിച്ച് പറഞ്ഞുവിടും. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ അത് തിരിച്ചു വന്നിട്ടുണ്ടായെങ്കിൽ അത് ചത്തുപോയി എന്ന് കരുതി മറ്റൊരു പക്ഷിയെ തിരഞ്ഞെടുത്ത് മറ്റൊരു ദിശയിലേക്ക് വിടും. സ്നേഹമുള്ളവരെ, ആ പക്ഷി പോയി തിരിച്ചു വന്ന് ഈ കൂട്ടത്തെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് അതിന്റെ ആവാസ വ്യവസ്ഥയിൽ ഏറ്റവും വലിയ മരത്തിന്റെ മുകളിൽ അവര് ചില്ലകളിൽ കൂടുകൾ വയ്ക്കും. പക്ഷേ പ്രത്യേകതയുണ്ട്, ആ മരത്തിന്റെ ഉന്നതമായ ശിഖരങ്ങളിൽ ഒരു പക്ഷി പോലും കയറിയിട്ടില്ല, അവിടെ ഒരു കൂട് പോലും നേടിയില്ല. കാരണം തങ്ങൾക്ക് മുൻപേ തങ്ങളുടെ ആവാസ വ്യവസ്ഥ അന്വേഷിച്ചു പോയി വെൽപക്ഷികളായി തീർന്ന ആ പക്ഷികളെ ബഹുമാനിക്കുവാൻ, അവരെ ആദരിക്കുവാൻ വേണ്ടി അവര് ആ മരത്തിന്റെ ഉന്നതമായ ശിഖരം മാറ്റിവെച്ചിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഞാനും മനസ്സിലാക്കുന്നു, ഇങ്ങനെയാണ് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ വിശുദ്ധന്മാർക്ക് സ്ഥാനം കൊടുത്തത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ദൈവത്തെ, കർത്താവിനെ ബഹുമാനിച്ചവരെ അവരുടെ മരണശേഷം ദൈവം അവരെ മാനിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥമായിട്ട് അൾത്താര വണക്കത്തിലേക്ക് അവരെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തന്റെ ബഹുമായ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ നിലനിൽപ്പിന് വേണ്ടി, അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി, അതിന്റെ മുന്നോട്ടുള്ള കെട്ടിടത്തിന് വേണ്ടി സ്വയം ജീവിതം ബലി കൊടുത്ത ബലിപക്ഷികളായി
അതിലും ഒരു പടി കൂടി കടന്നതാണ്. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായ ക്രിസ്തുനാഥനെ വചനം മാംസമായി മണ്ണിൽ അവതരിക്കുവാൻ പിതാവായ ദൈവത്തിന്റെ ദൂതഹൃദയത്തിൽ സ്വീകരിച്ച് അത് വെളിപാടിലൂടെയും സ്വപ്നത്തിലൂടെയും സ്വീകരിച്ചുകൊണ്ട് ആ നാട്ടിലെ അന്നത്തെ കാലഘട്ടത്തിലെ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തുകൊണ്ട് പരിശുദ്ധ കന്യകാമാതാവിനോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ കന്യകാമാതാവിന്റെ ഈ ലോകത്തിലെ ആദ്യത്തെ സക്രാരിയായ പരിശുദ്ധ പ്രായത്തിലും വിവേകത്തിലും വിജ്ഞാനത്തിലും വളർത്തിയെടുത്ത് പിതാവായ ദൈവം എങ്ങനെയാണോ ആഗ്രഹിച്ചത് അതനുസരിച്ചിലേക്ക് ലോകത്തിലേക്ക് സമ്മാനിച്ച വിശുദ്ധനും നീതിമാനുമായ പിതാവ് വിശുദ്ധ യോസേപ്പ് പിതാവ്. സ്നേഹമുള്ളവരെ, ഈ പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിലെ വിശ്വസ്തതയും നമ്മുടെ ജീവിതത്തിലെ നീതിബോധവും. പിതാവ് യോസേപ്പ് പിതാവിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം കേൾക്കുന്നത് അവൻ നീതിമാനായിരുന്നു എന്നുള്ളതാണ്. എന്താണ് നീതി എന്ന വാക്കിന്റെ അർത്ഥം? എന്താ? അർഹിച്ചത് അർഹതപ്പെട്ടവന് അർഹിക്കുന്ന സമയത്ത് കൊടുക്കുക എന്നുള്ളതാണ്. വിശക്കുന്നവന് പിന്നെ ഭക്ഷണം കൊടുത്തൊരു കാര്യമുണ്ടോ? ഉച്ചയ്ക്ക് വിശക്കുന്നവന് വൈകിട്ട് ഭക്ഷണം കൊടുത്തൊരു കാര്യമുണ്ടോ? ഒരു കാര്യമില്ലല്ലോ. അർഹിച്ചവന് അർഹിച്ചത് അർഹതപ്പെട്ട സമയത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ കൊടുക്കുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്നുണ്ട്. മക്കൾക്ക് നല്ല വിശ്വാസം കൊടുക്കുക, നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? നാട്ടിലെ പരിവരുന്ന യാഥാർത്ഥ്യങ്ങളൊക്കെ കടന്നുകൊണ്ട്, കടലും കടന്നുകൊണ്ട് യൂറോപ്പിന്റെ ലണ്ടന്റെ മണ്ണിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നങ്ങൾ മുഴുവൻ നമ്മുടെ മക്കൾ തന്നെയല്ലേ? നമ്മൾ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ മറന്നുപോയവരാണ്. മലയാളികളുടെ പ്രത്യേകതയാണ് സ്വന്തം ജീവിക്കാൻ മറന്നുപോകും, ഭാവതലമുറയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്വത്തുക്കൾ കുട്ടികൾക്ക് കൈമാറുന്നുണ്ട്, വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, സാഹചര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അർഹിച്ച സമയത്ത് അവർക്ക് അർഹതപ്പെട്ടതാണ് വിശ്വാസത്തിന്റെ തിരികൾ അവർക്ക് പകർന്നു നൽകുക. അതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ഒന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കാം. ഞാൻ കേരളത്തിൽ എറണാകുളത്തിനും അപ്പുറത്ത് കുമ്പളങ്ങി എന്ന സ്ഥലമുണ്ട്. അവിടെ കൂടുതലായിട്ടും കാച്ചിക്കാരാണ് താമസിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയും അദ്ദേഹത്തിന്റെ പല ബന്ധുക്കളുടെയും വീടുകളിൽ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം ലഭിച്ചു. പക്ഷെ ഞാൻ അവിടെ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മളൊക്കെ ആദ്യം കാണുമ്പോൾ ഹായ്, ഹലോ, എന്നാണ് വിശേഷം, ഗുഡ് മോർണിംഗ്, സുഖമാണോ, ഗ്ലാഡ് ടു മീറ്റ് യു, അങ്ങനെ പറയുന്നത് ഇവിടെ നാട്ടിലൊന്നും തന്നെയാണ്. ഏതെങ്കിലും ഒരു അയൽവക്കത്തെ വിളിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഗൾഫിലൊക്കെ ചെന്ന് അല്ലെങ്കിൽ എനിക്ക് സെക്സറുടെ വിഷയം പരിചയമാണ് ചെന്ന് കഴിയുമ്പോൾ നമ്മളൊക്കെ അങ്ങനെയാണ് പറയുന്നത്, എന്നാടാ എന്നാടാ പോകുന്നത്, നമ്മളോട് ആകെ ചോദ്യം അല്ലേ? പക്ഷെ എനിക്ക് അത്ഭുതപ്പെട്ട കാര്യം, ഏത് വീട്ടിൽ ചെന്നാലും പ്രായഭേദമേ ആദ്യം അഭിസംബോധന ചെയ്യുന്നത് ഈശോമിശിഹായിക്ക് സ്തുതിയായി കേട്ടിട്ടുള്ളതാണ്. ഞാനും പറ്റിയിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് തന്നാലും അച്ഛനൊക്കെയാണോ എനിക്ക് തന്നു. അല്ല, വരുന്ന കൊച്ചു മക്കൾക്ക് വരെയും മുതിർന്നവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരാദ്യം വിഷയിക്കുന്നത് ഇങ്ങനെയാണ്, ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു ദിവസം ആദ്യം കാണുമ്പോൾ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലെയും ഒരു കൊച്ചു ഗ്രാമത്തിൽ നടക്കുന്നത് ഇതൊരു വിശ്വാസത്തിന്റെ ഒരു പകർന്നു കൊടുക്കുക. സ്നേഹമുള്ളവരെ, ഇതൊരു വിശ്വാസത്തിന്റെ പകർന്നു കൊടുക്കുക. ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അത് കാലാന്തരത്തിൽ ലോകം മാറുന്നതനുസരിച്ച് നമ്മുടെ വിശ്വാസത്തിന്റെ ശൈലിയും അങ്ങോട്ട് മാറിപ്പോയി. അതുപോലെ തന്നെ ഇപ്പോഴും യൂറോപ്പിൽ LKG പോകുന്ന 2 കുട്ടികൾ, ഞാനൊരു വീഡിയോ ഭവനത്തിൽ പോയി അന്നവിടെ കിടക്കാനിടയായി. രാവിലെ പോകുമ്പോൾ സങ്കീർത്തനം 91 അത്യുന്നതന്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ നല്ല ജീവിക്കുന്നവനും ഭാഗ്യമാണ്. എത്ര പേർക്ക് കാണാനറിയാം? കൈവക്കാവോ? വേണ്ട, ചാടിപ്പോകും. കുട്ടികൾക്ക് എത്ര പേർക്ക് കാണാൻ ആ പാഠം അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. LKG പഠിക്കുന്ന കുട്ടികൾ അവരുടേതായ ഭാഷയിൽ അവരുടേതായ ഭംഗിയായിട്ടുള്ള ഭാഷയിൽ വളരെ മനോഹരമായി മാതാപിതാക്കന്മാർക്ക് മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ യൂറോപ്പിൽ LKGയിലേക്ക് പോകുന്നു.
അത് വിശ്വാസത്തിന്റെ മറ്റൊരു പകർന്നു കൊടുക്കലാണ്. ഒരു പക്ഷേ നമ്മളുടെ വല്യപ്പന്റെയും വല്യമ്മയുടെ ഒക്കെ അടുത്ത് മാറി താമസിക്കുമ്പോൾ ഇവർക്കൊക്കെ നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ഇതായിരിക്കും നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് ഏറ്റവും നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, നമ്മുടെ നീതിബോധം എന്ന് പറയുന്നത്, അർഹതയുള്ളവർക്ക് അർഹതപ്പെട്ട സമയത്ത് അർഹതപ്പെട്ടത് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അത് ഭാവിയിൽ കുറെ നാൾ കഴിഞ്ഞ ശേഷമല്ല, ചെറുപ്പത്തിൽ അമ്മിഞ്ഞ പാലിനോടൊപ്പം നുകർ നൽകേണ്ടതാണ് ക്രൈസ്തവ വിശ്വാസം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല. യൂറോപ്പിലുള്ളവരുടെ പലരുടെയും വർത്തമാന ചിന്തകളുമാണ്. എനിക്ക് 2009 മുതലുള്ള യൂറോപ്പിലെ എക്സ്പീരിയൻസ് ആണ്. കുട്ടികളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നില്ല. ഒരാണാണ് കെട്ടിക്കാൻ, ഒരു പെണ്ണിനെ കെട്ടിയാൽ മതി മാത്രമേ ഉള്ളൂ, ഇത് കറുത്തതാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള കൺസെപ്റ്റിലേക്കൊക്കെ മാതാപിതാക്കന്മാർ വന്നു. ഇപ്പോഴേ എന്തൊക്കെയോ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ. സ്നേഹമുള്ളവരെ, നമ്മൾ പകർന്നു കൊടുക്കേണ്ട സമയം നമ്മൾ പകർന്നു കൊടുക്കണം. അത് വിശ്വാസത്തിന്റെ കാര്യത്തിലായാലും, സമുദായത്തിന്റെ കാര്യത്തിലായാലും, സമൂഹത്തിന്റെ കാര്യത്തിലായാലും പകർന്നു കൊടുക്കേണ്ട സമയത്ത് പകർന്നു കൊടുത്തിട്ട് അവര് പിന്നെയും വഴിമാറി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മനോവേദന അനുഭവിക്കേണ്ടി വരില്ല. കാരണം ഞാൻ എന്റെ ആയ കാലത്ത് പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് അത് പറഞ്ഞു കൊടുത്തിട്ട് അത് അവൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇത് ദൈവത്തിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസത്തോടും സന്തോഷത്തോടും കൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. അല്ലാത്ത പക്ഷം ആത്മനമ്പരത്തോടും മനസ്സാക്ഷിക്കടിയോടും കൂടി ജീവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് വിശുദ്ധ യോസേപ്പിനെ പോലെ ആ നീതിബോധത്തിൽ, ഉത്തരവാദിത്വ ബോധത്തിൽ വളർന്നാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. രണ്ടാമതായിട്ട് നമ്മൾ നൽകേണ്ട മറ്റൊരു കാര്യമാണ് സന്മാർഗമായി മൊറാലിറ്റി ജീവിതത്തിൽ, കുടുംബത്തിൽ കാണിച്ചു കൊടുക്കുക. നമ്മള് കുടുംബത്തിൽ 3-4 പേര് ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്, നന്മകൾക്കപ്പുറത്ത്, മറ്റുള്ളവരുടെ നേട്ടങ്ങൾക്കപ്പുറത്ത് കുറവുകൾ സംസാരിക്കും. അല്ല നന്മകൾ മാത്രം ഞാൻ സംസാരിക്കാറുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു രക്തത്തിൽ അരുവിയിറങ്ങുന്ന സാധനമാണ് മറ്റുള്ളവരുടെ കുറവുകൾ സംസാരിക്കുക എന്നുള്ളത്. ഇത് മുഴുവൻ കുറ്റങ്ങൾ സംസാരിക്കുക എന്നുള്ളത്, ഇത് മുഴുവൻ നമ്മുടെ കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യം ഒരിക്കലും മറക്കരുത്. പണ്ടത്തെ നമ്മളുടെ ചൈൽഡ്ഹുഡൊന്നുമല്ല, ഇപ്പൊ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിഞ്ഞ് ഹോർമോണൊക്കെ മാറി സംഭവം അവരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. കയ്യിലിരിക്കുന്ന കൈക്കുഞ്ഞ് വരെ നമ്മളുടെ ഓരോ നാടി സ്പന്ദനങ്ങളും ക്യാച്ച് ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ട് ഞാനിപ്പോഴും അഭിമാനത്തോടുകൂടി ഞാൻ ഓർക്കുന്നത് എന്റെ അപ്പനെയാണ്. മരിച്ചിട്ട് 6 വർഷമായി. എന്റെ വീട്ടില് മമ്മിക്കെതിരെ ഒരു ശബ്ദം പപ്പ ഒച്ചത്തിൽ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് മമ്മിയുടെയോ പപ്പായുടെയോ മാതാപിതാക്കന്മാരെ കുറിച്ച് എന്തെങ്കിലും ചെറിയൊരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആരെങ്കിലും കുറ്റം കുടുംബത്തിൽ ഞങ്ങളോ അല്ലെങ്കിൽ മമ്മിയോ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല. അത് അപ്പോൾ പുള്ളി പ്രതികരിക്കും. അതുകൊണ്ട് ഞാനാണെങ്കിൽ കുറ്റമൊക്കെ പറയാനാണെങ്കിൽ നാവിൽ നിൽക്കുമ്പോഴേക്കും വിളങ്ങി നിൽക്കുന്ന ഒരു മുഖം എൻ്റെ അപ്പൻ്റെ മുഖമുണ്ട് മുഖത്ത്. കാരണം ലോകത്തിൽ ക്ഷമയെന്ന ഒരു പര്യായത്തെ ഞാൻ കേൾക്കുന്ന പുള്ളിയാണ്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അപ്പം ആള് പ്രതികരിക്കും. അവിടെയാണ് ഏറ്റവും കൂടുതൽ ശബ്ദം അവിടെ കിടക്കുന്നത്. അപ്പോൾ കുറ്റപ്പച്ചന്റെ അവിടെ സ്റ്റോപ്പ്. അത് കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാനും ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കുറ്റങ്ങളെന്ന് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ, കുറവുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ മനുഷ്യന്റെ മുഖം എന്റെ മനസ്സിൽ ഇങ്ങനെ ജ്വലിച്ചു. അത് നമുക്ക് പകർന്നു കിട്ടിയ ഒരു വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ സന്മാർഗ ബോധത്തിന്റെ ഒരു വലിയ ഒരു പകർന്നു നൽകലാണ് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് കുടുംബത്തിൽ വിശ്വാസത്തിനോടൊപ്പം തന്നെ സന്മാർഗ ബോധത്തിലേക്കും നമ്മളെ കുട്ടികളെ വളർത്താനായിട്ട് എപ്പോഴും നമുക്ക് പരിശ്രമിക്കാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. സ്നേഹമുള്ളവരെ, ഒപ്പം തന്നെ നമ്മൾ വിശുദ്ധ യോസേപ്പ് പിതാവ് ഒരു വിശ്വസ്തനാണ്. അവര് വിശ്വസ്തനായിരുന്നത് കൊണ്ടാണ് പരിശുദ്ധ കന്യാകാമാതാവിന് ഇങ്ങനെയൊക്കെ
കുരിശും വെട്ടി നിരത്തിയും കുതികാല് വെട്ടിയും കുതിരക്കച്ചവടം നടത്തിയും പാലം വലിച്ചും പാലമലതും നേട്ടങ്ങൾക്ക് പുറമെ നേട്ടോട്ടം കൊടുത്ത ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ വിശുദ്ധതയോട് ജീവിച്ചു കൊള്ളാമെന്നും സ്നേഹം പങ്കുവെച്ച് ജീവിച്ചു കൊള്ളാമെന്നും ഒക്കെ പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഓരോ ജീവിത അന്തസ്സിലേക്കും പ്രവേശിച്ചിരിക്കുന്നത്. നമ്മൾ ഏറ്റെടുത്ത ജീവിത അന്തസ്സിൽ ഇപ്പോൾ എത്രമാത്രം നമ്മൾ വിശ്വസ്തത പുലർത്തുന്നുണ്ട്. കുറവുകളോടുകൂടി എന്റെ പ്രാർത്ഥന ഞാൻ എത്രമാത്രം സ്വീകരിക്കുന്നുണ്ട്. കുറവുകളോടുകൂടി എന്റെ സഹോദരങ്ങളെ, എന്റെ മാതാപിതാക്കന്മാരെ എത്രമാത്രം ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ യോസേഫ് പിതാവ്, വിശ്വസ്തനായ വിശുദ്ധ യോസേഫ് പിതാവ് നമുക്ക് മുമ്പിൽ ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ്. കുറവുകളില്ലാത്തവരില്ല, ബലഹീനതകളില്ലാത്തവരില്ല. അവരെല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റണം. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ പൂർവ്വപിതാക്കന്മാര് അവര് ഒന്നുമില്ലായ്മയിൽ നിന്നും കഠിനാധ്വാനം ചെയ്ത് അന്നത്തെ പ്രാരാബ്ധങ്ങളെയൊക്കെ മുണ്ടുമുറുക്കിയെടുത്ത് അധ്വാനിച്ച് നമ്മളെയൊക്കെ പഠിപ്പിച്ചത് കൊണ്ടാണ് അവരെ ഒരുമിച്ച് വിശുദ്ധതയോടുകൂടി പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതിനെ പറഞ്ഞ് പരിഹരിച്ച് വിശുദ്ധതയിൽ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നമ്മളെ വളർത്തിക്കൊണ്ടാണ് ഈ യൂറോപ്പിന്റെ മണ്ണിലും ഈ സുഖഭോഗങ്ങളും ഈ സൗകര്യങ്ങളും ഈ മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് അനുഭവിക്കുവാൻ സാധിച്ചത്. അതുകൊണ്ട് പൂർവ്വപിതാക്കന്മാരുടെ ശവക്കല്ലറകളിൽ നിന്നും അന്നിന്റെ വിശ്വസ്തതയും വിശ്വാസവും പിഴുതെടുത്ത് ഇന്നിന്റെ നമ്മുടെ പുതുതലമുറയിൽ നട്ടു നനച്ചു വളർത്തിയില്ല എങ്കിൽ, ഇന്നിന്റെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നട്ടു നനച്ചു വളർത്തിയില്ല എങ്കിൽ, കുഞ്ഞു കുഞ്ഞു പ്രതിസന്ധികൾ വരുമ്പോൾ, കുഞ്ഞു കുഞ്ഞു വേദനകൾ വരുമ്പോൾ, തീരുമാനമെടുക്കാൻ പറ്റാത്ത സാധ്യതകളും അവസ്ഥകളും വരുമ്പോൾ നമ്മൾ പതറിപ്പോകുന്നത്, നമ്മൾ ചിതറിപ്പോകുന്നത്, ആർമുകരാകുന്നത്, കാൽതെറ്റിപ്പോകുന്നതൊക്കെ. അതുകൊണ്ട് നമുക്ക് വിശുദ്ധ യോസേഫ് പിതാവിനോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോസേഫ് പിതാവേ, നിന്റെ നീതിബോധവും ഉത്തരവാദിത്വബോധവും വിശ്വസ്തതയും ഞങ്ങളിലേക്ക് തരണമേ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ, കുടുംബ ജീവിതത്തെ, ഭാവി തലമുറയെ നീ എങ്ങനെ നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ ക്രിസ്തുനാഥനെയും ഒപ്പം തന്നെ പരിശുദ്ധ കന്യകാമറിയത്തെയും ചേർത്ത് പിടിച്ച് അവരെ വളർത്തിയോ അതുപോലെ ഞങ്ങളെയും വളർത്തണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ആഗ്രഹിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. വിശുദ്ധ യോസേഫ് നാമധാരികൾക്ക് ഞാൻ ജോസഫ് നാമധാരിയാണ്. എല്ലാവർക്കും നാമഹേതുക തിരുനാളിന്റെ മംഗളങ്ങളെ ആശംസിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.